അയ്യോ ആ ശിവ എന്താണ് ഭയങ്കര ബിസിയാന്നൊക്കെ അറിഞ്ഞല്ലോ. ബാംഗ്ലൂർ പോകുന്നതിന്റെ ഓരോ തിരക്കാ. കേശു, നീ പറഞ്ഞതുപോലെ നീ എനിക്ക് തന്ന എല്ലാ ഗിഫ്റ്റും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ തന്നൊക്കെ തിരിച്ചോ? എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്തോണ്ട് വരാം. മെർലിനെ എന്തുവാടോ ഇത് ഗിഫ്റ്റ് കൈമാറ്റോ? നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാ? രണ്ടുപേരുടെയും ഭാവി ആലോചിച്ചിട്ടാ ശിവ. അതെ പറ. താൻ എനിക്ക് ഇത്രയും കാലം മേടിച്ചു തന്നുള്ള എല്ലാ സാധനങ്ങളും ഈ ബാഗിനകത്തുണ്ട്. താൻ എനിക്ക് അന്ന് മേടിച്ചു തന്ന 3 ബ്രാൻഡഡ് ജീൻസ്, അത് കഴിഞ്ഞ് ഒരു മേടിച്ചു തന്ന 2 പൂക്കളുള്ള ഷർട്ട്, അത് കഴിഞ്ഞ് ഇവിടെ മറണ്ടറയിൽ പോയപ്പോൾ കാറ്റടിച്ചപ്പോൾ മേടിച്ചു തന്ന ഒരു ബെർമുടയും ഒരു ഷർട്ടല്ല ബനിയൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ മേടിച്ചു തന്ന ഒരു സെറ്റായിട്ട് മേടിച്ച ഒരു 6 ടീഷർട്ട്, പിന്നെ 2 പെർഫ്യൂം, 3 സോപ്പ്. അതിനകത്ത് ഒരു സോപ്പ് പകുതി തേച്ച് കുളിച്ച് തീർന്ന്, പകുതിയേ ഉള്ളു. നമ്മളോട് അതിന് കുറ്റം പറയില്ല, വേണമെങ്കിൽ അടുത്ത സോപ്പ് ഞാൻ മേടിച്ചു തരാം. പിന്നെ പല്ലിയൊക്കെ മേടിച്ചത്, ടങ് ക്ലീനർ, പേസ്റ്റ്, ഇതെത്രയുണ്ട്. തീർന്നിട്ടില്ല. പിന്നെ നീ അന്ന് എൻ്റെ മുഖം കണ്ടപ്പോൾ മുഖത്ത് കരിവാളിപ്പുണ്ടെന്ന് പറഞ്ഞ് മേടിച്ചു തന്ന ക്രീം, പിന്നെ വേറെന്തായിരുന്നു, സൺസ്ക്രീന്, എല്ലാം ഉണ്ട്. ഷൂസ്, ബെൽറ്റ്, അതുകൊണ്ട്. അപ്പൊ നീ ഈയിടെ ഇട്ടിട്ടുണ്ടെന്ന ജീൻസ് ഒക്കെ ഒഴിവാക്കി തന്നാണോ? നീ മേടിച്ചു തന്നേക്കണേ, എനിക്കില്ലല്ലേ. ആ പിന്നെ അവളെ മേടിച്ചു തന്നെയല്ലേ. പിന്നെ ഒരു ബെൽറ്റിന്റെ കേസ് പറഞ്ഞില്ലേ, മറ്റേ ബ്രൗൺ ബെൽറ്റ് ആണോ? ആ ഫ്രണ്ടിൽ സിംഹത്തിന്റെ പടം ഉള്ളത്. ചേട്ടാ അതിന് നല്ല വിലയില്ലേ? ഉണ്ട്. നമ്മൾ കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റൂ? ഇവിടെ ഒരു ബന്ധം മുറിക്കുമ്പോ ഇത് വേരോടെ മുറിക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ആ താൻ പുതിയ ഫോൺ മേടിച്ചപ്പോ തന്റെ പഴയ ഫോൺ എനിക്ക് തന്നായിരുന്നല്ലോ. ആ ഇരിക്കട്ടെ. 1 ലക്ഷം 1.5 ലക്ഷം എന്റെ വിലയാണെന്ന് എനിക്കറിയണ്ട, തന്റെ ഇരിക്കട്ടെ. ഇത്രേ ഉള്ളൂ. കേസു, இந்த ഫോൺ நாங்க பார்க்கவே இல்லையே. ഞാനും பார்க்கவே இல்லையே. ഇത് എവിടുന്ന്? ഞാൻ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് പാത്തിട്ടില്ല. അത്ര തന്നെ. ചേട്ടാ, മെർലിൻ ചേച്ചി മേടിച്ച സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുവല്ലേ? ആ കണ്ടില്ലേ ഇരിക്കണത്, കൊടുക്കുന്നു. അപ്പൊ മെർലിൻ ചേച്ചി വാങ്ങിച്ചാന്ന ഫുഡൊക്കെ എന്ത് ചെയ്യും? ഞാനിപ്പോ പറഞ്ഞ മാറും. ഉണ്ടായിരുന്നു പുലിപ്പേ. യേശുവേ, ഇതെല്ലാം കൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം ഉണ്ടല്ലോടാ. കേശു അന്നും ഇന്നും ലക്ഷങ്ങളുടെ മുമ്പിൽ വീഴാറ്. ചേട്ടാ, ഈ ഡ്രസ്സെല്ലാം കൂടെ കൊടുത്തു വിട്ട് കഴിഞ്ഞാലേ ചേട്ടൻ നാളെ എന്തോ ഇടും? കേശു, അപ്പൊ ഞാൻ തന്നതെല്ലാം നീ തിരിച്ചു വെച്ചില്ലേ? ഇനി നീ തന്ന ഞാൻ തരാം. ദാ ഒരു മിനിറ്റ്. ആ ഇത് നീ പെറ്റ് പെരുകൂന്ന് പറഞ്ഞ് എനിക്ക് തന്ന മയിൽപ്പീലി ഇതുവരെ പെറ്റിട്ടില്ല. എത്ര മാസമായി തന്നിട്ട്? ഒരു 8 മാസം ഉണ്ടാവും. 2 മാസം കൂടെ വെയിറ്റ് ചെയ്യാറുന്നില്ലേ? ദാ ഇത് നീ ഏതോ ഉത്സവത്തിന് പോയി വന്നപ്പോ കൊണ്ടുവന്ന കുപ്പിയോളം. പിന്നെ മിഠായി കവറ്. ഞാൻ ബൊമ്പെ ഉണ്ടാക്കാൻ തന്നില്ലേ, പൂമ്പാറ്റ. പൂമ്പാറ്റ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കാറില്ല. ദാ ഇത് നീ ബനാറസിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി എന്ന് പറഞ്ഞ മുത്തുമാല. മുത്തുമാല ഇങ്ങോട്ട്. പിന്നെ പടവലത്തെ കാണാൻ ഭംഗിയുള്ള ഇല. വേറെ ഇത് നീ പടവലത്ത് വീണ് കിട്ടിയതാന്ന് പറഞ്ഞ രുദ്രാക്ഷം. ദാ ഇത് 500 വർഷം പഴക്കമുണ്ടെന്നും പറഞ്ഞ് നീ എനിക്ക് തന്ന പടവലത്തെ കിണ്ടി. അമ്മൂമ്മയുടെ അമ്മ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന സ്പൂൺ, എന്റെ ബർത്ത്ഡേക്ക് തന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിണ്ടി? അയ്യേ ആന്റി, ഇതല്ലേ അമ്മൂമ്മ കാണാണ്ട് പോയി പറഞ്ഞ കിണ്ടി? അതേതാ? ചേട്ടാ, അടിച്ചു മാറ്റിയ കിണ്ടി, പിന്നെ ഉത്സവപ്പറമ്പിന്ന് വാങ്ങിച്ച വള, ഞാൻ തിന്ന ചോക്ലേറ്റിന്റെ കവറ്, പൈസ കൊടുത്ത് വാങ്ങിച്ചൊന്നും ഇല്ലേ? പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് കയ്യില് പൈസ വല്ലതും വേണ്ടേ? മെറിൻ ചേച്ചി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച മതി. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു കൊടുത്ത സാധനം ഉണ്ടറി, അത് മാത്രം അവൾ ഇതുവരെയായിട്ടും തന്നിട്ടില്ല. അല്ലാതെ 10 പൈസക്ക് വിലയില്ലാത്തുള്ള എല്ലാ സാധനവും തന്നിട്ടുണ്ട്. ഞാൻ തന്ന സ്വർണ്ണ മോതിരം എവിടെ? അതെന്റെ തന്നെ ഉണ്ട്. ഉണ്ടല്ല, അത് മാത്രം തന്നിട്ടില്ല. ആക്രി മൊത്തം തന്നു. മെർലിനെ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ,
ഇതവൻ ഒറ്റയ്ക്ക് വാങ്ങിയതല്ല, ഞങ്ങൾ കുടുംബക്കാരെല്ലാവരോടും പിരിവിട്ട് വാങ്ങിയതാണ് കേട്ടല്ലോ. അതെനിക്ക് അന്നേ അറിയായിരുന്നു. തരണുണ്ടാ? ദാ. എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ മറന്ന് കളിച്ച് ഇല്ല കണ്ണി കണ്ടവർക്കും കൊണ്ട് ഈ സ്വർണ്ണമോതിരം മേടിച്ചു പോയി. നിങ്ങളെ പാറുവേ, ഞാൻ കൈ നീട്ടാ. ഇതെന്റെ മക്കളുടെ കൈ കിടക്കട്ടെ. മക്കൾക്ക് ഇതുവരെ ഏട്ടൻ മുട്ടായി മാത്രമല്ലേ മേടിച്ചു തന്നിട്ടുള്ളൂ. ഇത് എൻ്റെ മക്കൾക്ക് ഏട്ടൻ്റെ വക. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.